നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് വലുതാവുമ്പോൾ എന്താവണം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, പൈലറ്റ് ആവണം, ഇതൊക്കെ പറയാനുണ്ടാവുള്ളൂ. കാരണം അന്ന് അതൊക്കെ നമുക്കറിയായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് 18 അല്ലെങ്കിൽ 20-25 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ബട്ട് ഇപ്പോഴും ആ സെയിം ക്വസ്റ്റ്യൻ എന്താവണം എന്നുള്ള ചോദ്യം നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? ബട്ട് ഇപ്പോൾ പഴയ പോലെ ആവില്ല. ഫുള്ള് പ്രഷറായിരിക്കും. പാരൻസ്, റിലേറ്റീവ്സ്, ഫാമിലി ഗ്യാതറിങ്സ്, തൻ്റെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി നല്ലൊരു കരിയറിൽ സെറ്റിൽ ആയിട്ടുണ്ടാവും. ബട്ട് നിങ്ങളിപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. ബട്ട് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ മിക്ക ആൾക്കാരുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. ഈവൻ എനിക്കാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. സോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു ടിപ്പിക്കൽ ഫോളോ യുവർ പാഷൻ വീഡിയോ അല്ല, ഒരു ലിസ്റ്റ് ഓഫ് ഹൈ പേയിങ് ജോബ്സും അല്ല. നല്ലൊരു കരിയർ ചൂസ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കരിയർ ചൂസ് ചെയ്യാനായിട്ട് ജെനുവിൻലി ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Hello friends, it's me your brother and welcome back to another great episode. Number 1, tasks over title. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ കരിയർ ചൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും. കരിയർ നോക്കുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും ജോബ് ടൈറ്റിൽ മാത്രമാവും നോക്കുക. ഡോക്ടർ, മാനേജർ, CEO, കോണ്ടന്റ് ക്രിയേറ്റർ, നമ്മളുടെ ഫുൾ ഐഡൻറ്റിറ്റി ആ ഒരു ലേബലിലോട്ട് അറ്റാച്ച് ചെയ്യും. പക്ഷേ ശരിക്കും നമ്മൾ ആ ജോലിയിൽ കയറി കഴിഞ്ഞാൽ എന്ത് ടാസ്കുകളാണ് നമ്മളവിടെ ഡെയിലി ചെയ്യുന്നത് എന്നല്ലേ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ റീസൺ ദാറ്റ് ഐ ക്വിറ്റ് മൈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ജോബ്. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ജോബിൽ നിന്നും റിസൈൻ ചെയ്തത്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോൾ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബ് റോളാണ്. നമുക്ക് നല്ല റെസ്പെക്റ്റൊക്കെ കിട്ടും. ബട്ട് ആ ജോലിയിൽ ഞാൻ ചെയ്യുന്ന ഡേ ടു ഡേ ടാസ്കുകൾ ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. ഐ വാസ് നോട്ട് ഫീലിംഗ് ലൈക്ക് മൈസെൽഫ്. സോ ഐ ക്വിറ്റ്. പെട്ടെന്നൊരു ദിവസം ക്വിറ്റ് ചെയ്തതല്ല കേട്ടോ. ഐ ഹാഡ് എ പ്രോപ്പർ പ്ലാൻ. സോ എനിക്ക് എന്താവണം എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് എന്തൊക്കെ ടാസ്കുകൾ ചെയ്യാനാണ് ഇഷ്ടം എന്ന് നോക്കുക. എനിക്ക് ആളുകളോട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനാണോ ഇഷ്ടം? ഐഡിയാസ് ഉണ്ടാക്കുന്നതാണോ? ഡാറ്റ വെച്ച് വർക്ക് ചെയ്യുന്നതാണോ? അതോ ആർട്ടിസ്റ്റിക് പരമായിട്ടുള്ള ടാസ്കുകളാണോ? തിങ്ക് അബൌട്ട് ഇറ്റ്. അല്ലെങ്കിൽ ഒരു ജോബ് റോൾ കാണുമ്പോൾ അവർ ദിവസവും ജോലിയിൽ ചെയ്യുന്ന ടാസ്കുകൾ എന്താണ് എന്ന് നോക്കുക. അവിടെയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ഉത്തരം. നോട്ട് ഇൻ ദ ടൈറ്റിൽ ബട്ട് ഇൻ ദ ടാസ്ക്സ്. ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഓഡോ. നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുന്ന ആളാണെങ്കിൽ ദെൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾ ഇൻ ഓൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ഓഡോ. നിങ്ങളുടെ ബിസിനസ്സിലെ ഡേ ടു ഡേ ടാസ്കുകൾ ലൈക്ക് പ്രൊജക്റ്റ് ട്രാക്ക് ചെയ്യുക, പ്രോഗ്രസ്, ഡെഡ് ലൈൻസ്, ബഡ്ജറ്റിംഗ്, റിസോഴ്സസ്, ക്ലയൻറ്റ്സ് എല്ലാം ഇതിലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. ഇതിൽ CRM ആപ്ലിക്കേഷൻ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇത് കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ വരുന്ന ലീഡ്സ് മാനേജ് ചെയ്യാം, ക്ലയൻറ്റ്സുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യാനും പറ്റും. ഇതിലെ കാൻബാൻ വ്യൂ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിൽ ഓരോ കാര്യങ്ങളും കാർഡ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ ഫ്രണ്ടിൽ തന്നെ കാണാം. ഈസിലി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലോട്ട് മൂവ് ചെയ്യാനും പറ്റും. ക്ലയൻസിനുള്ള ഇമെയിൽസ് അയക്കാനും കോൾസ് ആൻഡ് മീറ്റിംഗ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യാനും എല്ലാം ഇത് വെച്ച് ചെയ്യാൻ പറ്റും. എല്ലാത്തിൻ്റെയും ഒരു ഹിസ്റ്ററിയും ഇവിടെ കാണാൻ പറ്റും. സോ യു ക്യാൻ മാനേജ് എവറിത്തിങ് യൂസിങ് ദിസ് ആപ്ലിക്കേഷൻ ആൻഡ് ഇതിൻ്റെ കോസ്റ്റും വളരെ കുറവാണ്. 580 rupees പെർ മന്ത് പെർ യൂസറിന് ആൻഡ് യു ക്യാൻ ആക്സസ് ഓൾ ആപ്സ്. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചെക്ക് ചെയ്യാം. താങ്ക് യു ഓഡോ ഫോർ സ്പോൺസറിങ് ദിസ് വീഡിയോ. Number 2, the world has changed, so should your thinking. ഇത് പഴയ കാലമല്ല. ഇപ്പം തന്നെ AI ഒരുപാട് ജോലികൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. യൂണിവേഴ്സിറ്റി കരിക്കുലംസ് ഒക്കെ ചേഞ്ച് ആവുന്നതിനേക്കാൾ എത്രയോ ഫാസ്റ്റായിട്ടാണ് ഇൻഡസ്ട്രീസ് മാറിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷം മുന്നേ വരെ ലോകത്തില്ലാത്ത ജോലികളാണ് ഇപ്പോൾ വേൾഡിലെ തന്നെ ഹയസ്റ്റ് പേയിങ് കരിയേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. UX ഡിസൈൻ, ഡാറ്റ സയൻസ്, ക്ലൈമറ്റ് ടെക്, പ്രോപ്റ്റ് എഞ്ചിനീയറിംഗ്, ഇതൊന്നും നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ടായിരുന്ന കാര്യങ്ങളല്ല. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളിപ്പോൾ ചൂസ് ചെയ്യുന്ന കരിയർ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും അടിമുടി മാറാം. കേൾക്കുമ്പോൾ സ്കെയറി ആയിട്ട് തോന്നാമെങ്കിലും ആക്ച്വലി ഇറ്റ്സ് നോട്ട്. ശരിക്കും അത് കുറച്ച് നല്ലതാണ്. കാരണം ഇപ്പം തന്നെ നിങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഫിഗർ ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. 2, അഡാപ്റ്റബിലിറ്റി. ഇന്ന് നമുക്ക് വേണ്ട വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് ആണ്. അതായത് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവ്. സോ ഒരു സ്പെസിഫിക് ജോബിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ എവിടെ പോയാലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള സ്കിൽസ് ബിൽഡ് ചെയ്യുക. പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, ലേണിംഗ് ഹൗ ടു ലേൺ എക്സെട്ര. ഇതൊക്കെ എല്ലാ കരിയറിലും ആപ്ലിക്കബിൾ ആണ്. സോ ഈ 2026 ഒരു പെർഫെക്റ്റ് കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതല്ല, പകരം മൾട്ടിപ്പിൾ കരിയേഴ്സിൽ വാല്യുബിൾ ആവാൻ പറ്റുന്ന ഒരു വേർഷൻ സ്വയം ബിൽഡ് ചെയ്യുക. Number 3, a degree is not the only door. ഇത് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നാം. ബട്ട് ലിസൺ, ഡിഗ്രി എന്ന് പറയുന്നത് നല്ലൊരു കരിയറിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ്. പക്ഷേ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഒരുപാട് കരിയേഴ്സിൽ, എസ്പെഷ്യലി ഇൻ
ടെക്, ഡിസൈൻ, ബിസിനസ്, കോണ്ടന്റ്, ഈവൻ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കരിയേഴ്സിൽ പോലും അവിടെ ഡിഗ്രി അല്ല നിങ്ങൾക്ക് ജോലി തരിക, പകരം നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആണ്, നിങ്ങളുടെ വർക്കുകൾ, സ്കിൽസ്, റിസൾട്ട് ഡെലിവർ ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് നല്ലൊരു ജോലി വാങ്ങിത്തരിക. യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടാണ് പല ആൾക്കാരും നല്ല നല്ല ടെക് കമ്പനീസിൽ കയറുന്നത്. കോളേജ് ഡിഗ്രി ഇല്ലാത്ത ആളുകൾ ഡിസൈൻ ഏജൻസീസ് റൺ ചെയ്യുന്നു, ചെറിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് വെച്ച് തുടങ്ങുന്നത് ഒരു ബിഗ് ബ്രാൻഡായിട്ട് മാറുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഡിഗ്രി ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്നല്ല കേട്ടോ. ചില ഫീൽഡുകൾക്കൊക്കെ ഡിഗ്രി വേണം, ലൈക്ക് മെഡിസിൻ, ലോ, എഞ്ചിനീയറിംഗ്, ഇതിനൊക്കെ ഡിഗ്രി വേണം. പക്ഷെ നിങ്ങൾ നോക്കുന്ന കരിയർ നിങ്ങൾ ചെയ്ത വർക്ക് കാണിച്ച് കയറാൻ പറ്റുന്ന കരിയർ ആണെങ്കിൽ ദെൻ ഡിഗ്രി ഇല്ലാത്തത് നിങ്ങൾക്കൊരു തടസ്സമായിട്ട് തോന്നരുത്. അതാണ് ഞാൻ പറയുന്നത്. ഈ ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ, എഡ്യൂക്കേഷനെ ഇൻസെയിൻലി ആക്സസിബിൾ ആക്കി. ഇന്ന് ആർക്ക് വേണമെങ്കിലും ഓൾമോസ്റ്റ് എന്ത് വേണമെങ്കിലും ഇൻ്റർനെറ്റ് നോക്കി പഠിക്കാൻ പറ്റും. ഇൻഫാക്ട് ഞാൻ UI UX പഠിച്ചത് യൂഡമിയിൽ ഒരു കോഴ്സ് എടുത്തിട്ടാണ്. അറൗണ്ട് 400 രൂപയാണ് ആ കോഴ്സിനായത്. ആൻഡ് യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഫ്രീ ആയിട്ട് വേണമെങ്കിലും പഠിക്കാൻ പറ്റും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സ്കിൽസ് ഈസ് വാട്ട് മാറ്റേഴ്സ്. നമ്പർ 4, യു-ടേൺസ് ആർ നോട്ട് ഫെയിലിയേഴ്സ്. പൊതുവെ ഉള്ളൊരു മെൻറ്റാലിറ്റിയാണ് നമ്മൾ കരിയർ സ്വിച്ച് ചെയ്യുന്നത്, ഒരു കരിയറിൽ നിന്നും മറ്റൊരു കരിയറിലോട്ട് മാറുന്നത് എന്തൊരു തെറ്റായിട്ടാണ് ആളുകൾ കാണുന്നത്. നമ്മളൊരു കരിയർ എടുത്താൽ ലൈഫ് ലോങ് അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ടോക്കാണ്. ആൻഡ് ഈ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ടാണ് പല ആൾക്കാരും അവരുടെ ഇപ്പോഴത്തെ കരിയറിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അത് സ്വിച്ച് ചെയ്താൽ തെറ്റായി പോവോ എന്നുള്ളൊരു പേടിയാണ്. ഞാൻ ഓൾറെഡി ഇത്രയും ദൂരം വന്നു, ഇനി ഞാൻ തിരിച്ചു പോകാൻ റെഡിയല്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആവും. ബട്ട് ഒന്ന് ആലോചിക്കാം, നിങ്ങൾ തെറ്റായ ഒരു ഡയറക്ഷനിൽ ഓൾറെഡി 50 കിലോമീറ്റർ വണ്ടി ഓടിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ഡയറക്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമോ? ഇല്ല, യു-ടേൺ എടുക്കേണ്ടി വരും. എന്നിട്ട് ശരിയായ ഡയറക്ഷനിലോട്ട് പോകേണ്ടി വരും. നിങ്ങളിപ്പോൾ അഡ്മയർ ചെയ്യുന്ന പല ആളുകളും ജനിച്ച് വീണപ്പോൾ തന്നെ ആ ഒരു കരിയർ ചൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അവരാദ്യം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയ ഏതെങ്കിലും കരിയർ വെച്ചിട്ടാവും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ദെൻ അത് സ്വിച്ച് ചെയ്തിട്ടാവും ഇപ്പോഴത്തെ കരിയറിലോട്ട് എത്തിയിട്ടുണ്ടാവുക. ദാറ്റ്സ് ലൈഫ്. ഡോക്ടേഴ്സ് റൈറ്റേഴ്സ് ആവുന്നു, എഞ്ചിനീയേഴ്സ് ഓൺടർപ്രണേഴ്സ് ആവുന്നു, ജേർണലിസ്റ്റ് ഫാഷൻ ഡിസൈനർ ആവുന്നു. ഈ 20s നമുക്ക് കുറച്ച് പിവറ്റ്സ് ഒക്കെ ഉണ്ടാവാം. ആക്ച്വലി ഇറ്റ്സ് ദ ബെസ്റ്റ് പോസിബിൾ ടൈം ഫോർ ദാറ്റ്. ബിക്കോസ് ഹൈ എനർജി ഉണ്ടാവും, കമ്മിറ്റ്മെൻറ്റ്സ് കുറവാകും, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ കുറച്ചുകൂടി ടൈം ഉണ്ടാവും. സോ ഇഫ് യു ജെനുവിൻലി വാണ്ട് ടു സ്വിച്ച് യുവർ കരിയർ, ഡോണ്ട് ഫീൽ ഗിൽറ്റി അബൌട്ട് ഇറ്റ്. ഓക്കെ. നമ്പർ 5, ട്രൈ ബിഫോർ യു ഡിസൈഡ്. നമ്മളൊരു കാർ എടുക്കുന്നതിന് മുന്നേ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും അല്ലേ? എന്നിട്ട് ഇഷ്ടമെങ്കിൽ മാത്രമേ അത് എടുക്കുള്ളൂ. പിന്നെ എന്തിനാണ് പുറത്തുനിന്നുള്ളൊരു ഔട്ട്ലുക്ക് മാത്രം വെച്ചിട്ട് ഒരു 30-40 ഇയർ കരിയറിന് നിങ്ങൾ കമ്മിറ്റ് ആവുന്നത്? സോ നിങ്ങൾക്കൊരു കരിയറിൽ കയറണമെങ്കിൽ ഫസ്റ്റ് ആ കരിയർ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ശരിക്കും ആ ജോലി ചെയ്ത് നോക്കുക. ജസ്റ്റ് റിസർച്ച് ചെയ്താൽ മാത്രം പോരാ, ആ ജോലി ശരിക്കും ചെയ്ത് നോക്കുക, എക്സ്പീരിയൻസ് ചെയ്യാം. ഇൻറ്റേൺ ആയിട്ട് കയറാം, പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് നോക്കാം, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത് നോക്കാം, നല്ലൊരു പ്രാക്ടിക്കൽ കോഴ്സിൽ എൻറോൾ ചെയ്ത് നോക്കാം, പറ്റുമെങ്കിൽ ഫുൾ ടൈം ആയിട്ട് തന്നെ കയറി നോക്കാം. കാരണം നമ്മളൊരു കരിയറിനെ പറ്റി കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് കൂട്ടും, ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ തോന്നും. പക്ഷേ ശരിക്കും അതിൽ കയറുമ്പോഴാവും മനസ്സിലാവുക ഇതിങ്ങനൊന്നും അല്ലടാ. സോ വർക്ക് നമുക്ക് സെറ്റ് ആവോ ഇല്ലയോ എന്നറിയണമെങ്കിൽ അത് ചെയ്ത് നോക്കുക തന്നെ വേണം. എന്ന് വെച്ച് ഒറ്റ ദിവസം കൊണ്ട് തീരുമാനം എടുക്കാനല്ല, മേ ബി കുറച്ച് മാസങ്ങൾ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോഴാണ് ശരിക്കും അതെന്താണ് എന്ന് മനസ്സിലാവുക. എന്നിട്ട് ജെനുവിൻലി ഇഷ്ടമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാം. നമ്പർ 6, മണി മാറ്റേഴ്സ് ബട്ട് ഇറ്റ്സ് നോട്ട് എവറിത്തിങ്. പണം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബില്ലടക്കണ്ടേ, EMI അടക്കണ്ടേ, സെക്യൂരിറ്റി വേണ്ടേ? സോ മണി ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് എവറിത്തിങ്. റിസർച്ചേഴ്സ് പറയുന്നുണ്ട്, ഒരു സെർട്ടൈൻ ലെവലിനേക്കാൾ കൂടുതൽ പണം നിങ്ങൾ ഉണ്ടാക്കിയാൽ അത്രയും കൂടുതൽ സന്തോഷം കിട്ടുന്നില്ല. ലോങ് ടേം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി മീനിങ് ഫുൾ ആകുമ്പോഴാണ്, ഗ്രോത്ത് ഉണ്ടാകുമ്പോഴാണ്, ഓട്ടോണോമി ഉണ്ടാകുമ്പോഴാണ്. മീനിങ് ഫുൾ, നിങ്ങൾ ചെയ്യുന്ന ജോലി ശരിക്കും ആവശ്യമുള്ളത് തന്നെയാണോ? ഗ്രോത്ത്, ഈ ജോലി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ തന്നെ ഒരു ബെറ്റർ വേർഷനായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഓട്ടോണോമി, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടോ? ഇതൊക്കെയാണ് ശരിക്കും ഇമ്പോർട്ടൻറ്റ്. സാലറി മാത്രം നോക്കിയിട്ട് പണിയെടുത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാലറി കിട്ടുന്നുണ്ടെങ്കിലും ഒരു എംപ്റ്റി ഫീലിംഗ് ആയിരിക്കും. ആൻഡ് ലൈഫ് ലോങ് നിങ്ങൾ പണത്തെ മാത്രം നോക്കി പോയാൽ യു മൈറ്റ് എൻഡ് അപ്പ് ബ്രോക്ക്. ആൻഡ് ലാസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ചെയ്ത് നോക്കാത്തതിലുള്ള റിഗ്രറ്റ് മാത്രമായിരിക്കും. സോ സ്വീറ്റ് സ്പോട്ട് ഇതാണ്, ജെനുവൻലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഒരു റിയൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ജോലി, ആൻഡ് ഇവഞ്ച്വലി നിങ്ങളെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുന്നൊരു ജോലി. ഇങ്ങനെയുള്ളൊരു ജോബാണ് നിങ്ങൾ നോക്കേണ്ടത്. നമ്പർ 7, ടോക്ക് ടു പീപ്പിൾ ആക്ച്വലി ഡൂയിങ് ദ ജോബ്. മിക്ക കരിയർ അഡ്വൈസ് വീഡിയോസിലും നിങ്ങൾ കേൾക്കാത്തൊരു കാര്യമായിരിക്കും ഇത്. ഒരു കരിയറിൽ ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് ഒരു കരിയർ കൗൺസിലറുടെ അടുത്തോ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തോ ഒന്നുമല്ല ചോദിക്കേണ്ടത്. പകരം ശരിക്കും ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമായിട്ട് സംസാരിക്കാം.
അവർക്ക് ലിങ്ക്ഡിനിൽ മെസ്സേജ് ചെയ്ത് നോക്കാം, ഇമെയിൽ അയക്കാം, അവരുടെ കോണ്ടന്റിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാം. റെസ്പെക്റ്റ്ഫുള്ളി നമ്മൾ അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്താൽ അവർ ജെന്യുവനായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും. സോ ചോദിക്കാം, എങ്ങനെയുണ്ട് നിങ്ങളുടെ ജോലി, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ജോലിയിൽ ചെയ്യേണ്ടി വരിക, എങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുക, എക്സെട്ര ചോദിക്കുക, അവർ പറഞ്ഞുതരും. ഗൂഗിളിൽ ഒരാഴ്ച കുത്തിയിരുന്ന് നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒരു 15 മിനിറ്റ് അവരോട് സംസാരിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും, ദ റിയൽ ഇൻഫർമേഷൻ. പിന്നെ അത് മാത്രമല്ല, ഈ കോൺവെർസേഷൻ നല്ല കണക്ഷൻസ് ആയിട്ട് ബിൽഡ് ചെയ്യാനും പറ്റും. ആൻഡ് ആ കണക്ഷൻസ് നിങ്ങളുടെ കരിയറിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ഒരുപാട് ഡോർസ് അത് ഓപ്പൺ ചെയ്യും. ട്രസ്റ്റ് മീ ഓൺ ദിസ്. ബട്ട് റെസ്പെക്ട് ദം, റെസ്പെക്ട് ദെയർ ടൈം ആൻഡ് ഡോണ്ട് ഇറിറ്റേറ്റ് ദം. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു കരിയർ, ജെനുവൻലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കരിയർ ചൂസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. 100% ഗ്യാരണ്ടീഡ്. ആൻഡ് ഓർക്കുക, കരിയർ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ഒന്ന് തന്നെ ആവണം എന്നൊന്നുമില്ല കേട്ടോ. ഇറ്റ്സ് എ സീരീസ് ഓഫ് ചോയ്സസ്, ഇറ്റ്സ് എക്സ്പീരിമെൻറ്റ്സ്, പിവറ്റ്സ് ആൻഡ് ഡിസ്കവറീസ്. ആൻഡ് ദാറ്റ് ഈസ് ഹൗ യു ബിൽഡ് എ കരിയർ യു ആക്ച്വലി ലവ്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.